നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മഴ വളരെയധികം ശക്തി പ്രാപിക്കുകയാണ്. കാലവർഷം എത്താൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ മാസം 31 കാലവർഷം എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. വേനൽ മഴ ശക്തി ആർജിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പലയിടങ്ങളിലും മേഘവിസ്ഫോടനം ഉണ്ടാകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ, പലയിടത്തും വെള്ളപ്പൊക്കം, വെള്ളക്കെട്ട് അതിരൂക്ഷമാവുകയാണ്. ജനജീവിതം ദുസ്സഹമാവുകയാണ്. വരും ദിവസങ്ങൾ എന്താകും അവസ്ഥ എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കൊച്ചിയിലൊക്കെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായത്. അതിൻ്റെ കാഴ്ചകളും ആ രൂക്ഷതയും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നും സംസ്ഥാനത്ത് മഴ അലർട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ റെഡ് അലർട്ടുണ്ട്. മാത്രമല്ല 4 ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലർട്ടുണ്ട്. കടലിൽ പോകരുത് എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും മഴ വലിയ രീതിയിൽ തന്നെ ശക്തി ആർജിക്കുകയാണ്. മഴക്കെടുതികളും പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് മഴയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ മഴയത്ത് നമ്മൾ പലരും യാത്ര ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ മഴയത്ത് യാത്ര ചെയ്യുമ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ഗതാഗത ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മൾ നേരിടേണ്ടി വരും. തീർച്ചയായിട്ടും നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു ജാഗ്രതയോടെ തന്നെ നമ്മൾ റോഡിൽ യാത്രയ്ക്കായി ഇറങ്ങുക. പ്രത്യേകിച്ചും ഈ ഒരു ഗതാഗത കുരുക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മഴയത്തുള്ള അപകടങ്ങൾ, വഴുതാനുള്ള സാധ്യത, അങ്ങനെ പല അപകടങ്ങളും നമ്മുടെ മുന്നിൽ സാധ്യതയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എടുക്കേണ്ടുന്ന മുൻകരുതലുകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് തന്നെ റോഡിലേക്കും നിരത്തിലേക്കും ഒക്കെ ഇറങ്ങുക. വെള്ളക്കെട്ടുണ്ടാകാനുള്ള സാധ്യത, കാഴ്ച മങ്ങാനുള്ള സാധ്യത, ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട്. അതനുസരിച്ച് അതിനുവേണ്ട മുൻകരുതലുകൾ എടുത്ത് തന്നെ നമ്മൾ യാത്ര ചെയ്യണം. മഴയത്തെ ഗതാഗത കുരുക്കുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, മലയോര ഇടമേഖലകളിലും വലിയ രീതിയിലുള്ള മഴയും ഉരുൾപൊട്ടൽ സാധ്യതയൊക്കെ മുന്നിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ മേഘവിസ്ഫോടനം, ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകുന്ന കാഴ്ചയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലൊക്കെ അതീവ ജാഗ്രത പാലിക്കേണ്ട ആവശ്യമുണ്ട് എന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കടലാക്രമണമൊക്കെ രൂക്ഷമാകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇനിയും വരും ദിവസങ്ങളും അത്തരത്തിലുള്ള കടലാക്രമണം, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ നമ്മൾക്ക് മുന്നിൽ വെല്ലുവിളിയായിട്ട് നിൽപ്പുണ്ട്. കാലവർഷം ശക്തി ആർജിക്കുമ്പോൾ ഇത് വലിയ രീതിയിൽ തന്നെ സംസ്ഥാനത്തെ ബാധിക്കും. അത് വലിയൊരു രൂക്ഷതയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല. വേനൽ മഴയിൽ ഇത്രയുമാണ് പ്രശ്നങ്ങളെങ്കിൽ കാലവർഷം കൂടി എത്തുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വലിയൊരു ആശങ്കയിലാണ് സംസ്ഥാനം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ എടുക്കേണ്ടുന്ന മുൻകരുതലുകൾ എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. കടൽ തീരത്തും വലിയ രീതിയിലുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. ഈ കടലാക്രമണം രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും കടലിൽ പോകരുത് എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അപകട മേഖലകളിൽ നിന്നും അധികൃതർ പറയുന്നത് അനുസരിച്ച്, അവരുടെ നിർദ്ദേശം അനുസരിച്ച് മാറി താമസിക്കാൻ തയ്യാറാകണം. മാത്രമല്ല, മത്സ്യബന്ധന യാനങ്ങളായ ബോട്ട്, വള്ളം മുതലായവയൊക്കെ സുരക്ഷിതമായിട്ട് ഹാർബറിൽ കെട്ടിയിട്ട് സൂക്ഷിക്കണം. അതുപോലെ തന്നെ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പുള്ളപ്പോൾ തീർച്ചയായിട്ടും പോകാതിരിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല, വിനോദസഞ്ചാരികളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളൊക്കെ വളരെ പരിമിതപ്പെടുത്തേണ്ട സമയമാണിപ്പോൾ. കടലാക്രമണം രൂക്ഷമാകാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ഇന്ന് രാത്രി 11:30 വരെ കടലാക്രമണം രൂക്ഷമാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. കേരള തീരത്തും തമിഴ്നാട് തീരത്തും ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കടൽ തീരത്ത് താമസിക്കുന്നവരും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളൊക്കെ ഒഴിവാക്കാൻ വിനോദസഞ്ചാരികളും ശ്രദ്ധിക്കേണ്ട ആവശ്യകതയുണ്ട്. ഈ മഴക്കാലത്ത് കടൽ തീരത്ത് താമസിക്കുന്നവർ മാത്രമല്ല, ആറുകളുടെ തീരത്ത് താമസിക്കുന്നവരും വലിയധികം ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കരമനയാറ്, കിള്ളിയാറ് ഇവയൊക്കെ കര പുഴകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തീരത്തൊക്കെ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ഡാമുകളിൽ വെള്ളം നിറയാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഡാമുകളുടെ ഷട്ടറുകൾ തുറക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം നെയ്യാർ ഡാമിൻ്റെ ഷട്ടറൊക്കെ തുറക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഡാമിൻ്റെ തീരത്തും അതുപോലെ തന്നെ ഈ കരമനയാറ്, കിള്ളിയാറ് ഇത്തരത്തിൽ നദികളുടെ തീരത്തും ആറിൻ്റെ തീരത്തൊക്കെ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും മാറി താമസിക്കേണ്ട സാഹചര്യം വന്നാൽ അത്തരത്തിൽ മാറി താമസിക്കാനുള്ള മുൻകരുതലുകളൊക്കെ സ്വീകരിച്ച് വേണം ഈ ഒരു തീരത്ത് താമസിക്കുന്നവരുമായിരിക്കേണ്ടത്. റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടും ഒക്കെ പല ജില്ലകളിലും ഇന്ന് സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴയ്ക്ക് സാധ്യത എന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ വരും ദിവസങ്ങളൊക്കെ വലിയ രീതിയിലുള്ള മുൻകരുതലുകൾ സ്വീകരിച്ച് വേണം സംസ്ഥാനത്ത് ആയിരിക്കേണ്ടത്.